കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഒറാങ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ മാത്രമെന്ന് മൊഴി. ശബ്ദം കേട്ട് ഭാര്യ ഉണർന്നുകൊണ്ടാണ് മീരയെ കൊലപ്പെടുത്തിയത്. ഭാര്യയുടെ ഗർഭകാലത്തൊപ്പം നിന്ന് പരിചരിക്കാൻ കഴിയാത്തത് പ്രതികാരത്തിന് കാരണമായി. പ്രതി കൊലപാതകം നടത്താൻ പോകുന്നതും CCTVയുടെ ഹാർഡ് ഡിസ്കുമായി തിരികെ വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ആസൂത്രിതമായ ഇരട്ട കൊലപാതകം എന്നായിരുന്നു തുടക്കത്തിൽ പോലീസ് വിലയിരുത്തിയത്. പോലീസിന്റെ നിഗമനം അതായിരുന്നു. പക്ഷേ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിജയകുമാറിനെ, വീട്ടുടമയായ വിജയകുമാറിനെ മാത്രമാണ് കൊല്ലാൻ ലക്ഷ്യമിട്ടത്. പിന്നീട് ഭാര്യ ശബ്ദം കേട്ട് ഉണർന്നതുകൊണ്ടാണ് മീരയെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ഇതുവരെയും ലഭ്യമായിരിക്കുന്നത്? ടോമി, ഇത് സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെ ഉള്ളത് ഫിംഗർ പ്രിന്റുകളാണ്. 12 ഇടങ്ങളിൽ നിന്ന്, വീടിന്റെ 12 ഭാഗങ്ങളിൽ നിന്ന് വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ആയുധം ഉൾപ്പെടെ, ജനലും കതകും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ CDR ഉൾപ്പെടുന്ന, അതായത് CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടുന്നത് നശിപ്പിച്ചു എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം തെളിവായി അവിടെ അവശേഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പ്രതി ഇയാളുടെ മൊബൈലുമായി കൊണ്ടുപോവുകയും പിന്നീട് അതിലേക്ക് സ്വന്തം സിം കാർഡ് ഇടുകയും അങ്ങനെയാണ് ഗൂഗിൾ അക്കൗണ്ടൊക്കെ മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് പോലീസിന് ഈ കേസിലേക്ക് എത്താൻ സാധിച്ചത്. എന്തായാലും ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രതി ഒരാളെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചത്. അതിനും ഒരു വലിയ തൻ്റെതായ ഭാഗം പ്രതി പോലീസിന് മുന്നിൽ നിരത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി ജോലി ചെയ്യുന്നു. തൻ്റെ ഭാര്യയും, അതായത് ഇവിടെ ഒരു ലോഡ്ജിൽ ഇവർ ആദ്യമായി താമസിച്ചപ്പോഴാണ് വിജയകുമാർ ഈ അമിത് ഒറാങ്ങിനെയും ഭാര്യയും കാണുന്നത്. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു. തുടർന്ന് തൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു. പക്ഷെ കാര്യമായ ശമ്പളമൊന്നുമില്ല. തങ്ങളെ അടിമയെ പോലെയാണ് വിജയകുമാർ കണ്ടതെന്നാണ് പ്രതിയുടെ മൊഴി. തൻ്റെ ഭാര്യയോട് തൻ്റെ മുന്നിൽ വെച്ച് പോലും പലപ്പോഴും അധിക്ഷേപിച്ച് സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങുന്നു. തൊട്ട് പിന്നാലെ ഏതാണ്ട് 20 ദിവസത്തെ ശമ്പളം കൂടി അന്ന് കിട്ടാനുണ്ടായിരുന്നു. അത് ചോദിച്ച് ഈ ഇയാളോട് വിജയകുമാറിനോട് ചോദിച്ചെങ്കിലും അത് നൽകിയില്ല. തുടർന്ന് അമിത്തും നാട്ടിലേക്ക് പോകുന്നു. പിന്നീട് വീണ്ടും സംസാരിച്ച പ്രകാരമാണ് വീണ്ടും ഇവിടേക്ക് ജോലിക്ക് എത്തുന്നത്. അങ്ങനെ ഒരു 10-15 ദിവസം കൂടി ജോലി ചെയ്തതോടെ 1 മാസത്തെ ശമ്പളമായി. അത് ചോദിച്ചെങ്കിലും വിജയകുമാർ നൽകിയില്ല. ഇതോടുകൂടിയാണ് മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് പോകുന്നു. നാട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ഈ സിം കാർഡ് എടുത്ത് സ്വന്തം മൊബൈലിലിടുന്നു. അങ്ങനെ ഗൂഗിൾ പേ അക്കൗണ്ട് അതിലേക്ക് ആക്കുന്നു, സ്വന്തം മൊബൈലിലേക്ക് ആക്കുന്നു. വിജയകുമാറിന്റെ സിമ്മാണുള്ളത്. അങ്ങനെ പിന്നെ OTP വന്നതെല്ലാം ചേർത്ത് ഈ അമിത്തിന്റെ ഫോണിലേക്ക് തന്നെ OTP വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കി ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെയാണ് 2,78,000 രൂപ തട്ടിയെടുക്കുന്നത്. പക്ഷെ ഇത് വിവരം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു ഇത് ശരിയായില്ല, പണം തിരികെ നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ബാങ്കിലെത്തി ഇതെങ്ങനെയാണ് തിരികെ നൽകുക, അതായത് സ്വയം ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ബാങ്കിലെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് ഇതിൽ കേസുണ്ടായി, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. പിന്നീട് വിജയകുമാറിനെ വിവരം അറിയിച്ചെങ്കിലും അദ്ദേഹം കേസ് പിൻവലിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ജയിലിലാകുന്നു. 5 മാസത്തോളം ജയിലിൽ കിടക്കുന്നു. ഇതിനിടെ കഴിഞ്ഞ മാസം, ഏതാണ്ട് 1.5 മാസം മുൻപ് ഭാര്യയുടെ ഗർഭം, ഏതാണ്ട് 6 മാസം പ്രായമായ ഗർഭം അലസിപ്പോകുന്നു. ഈ സമയത്തൊന്നും താൻ ഭാര്യയ്ക്കൊപ്പം ഇല്ലാതിരിക്കാൻ കാരണം വിജയകുമാറാണെന്ന് ഈ പ്രതി വിശ്വസിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 3 ജാമ്യത്തിനിറങ്ങുന്നു. തൊട്ട് പിന്നാലെ കുമളിയിൽ ഒരു തട്ടുകടയിൽ ജോലി ചെയ്യുന്നു. ഈ കഴിഞ്ഞ 19 കോട്ടയത്തെത്തി ലോഡ്ജിൽ താമസിക്കുന്നു. അതിനുശേഷം ഈ പ്രതി ഇയാളെ വിജയകുമാറിനെ വിളിച്ചുകൊണ്ട് ഈ 2 ലക്ഷം രൂപ തന്റെ കേസ് പിൻവലിക്കണം, തനിക്ക് നാട്ടിലേക്ക് പോകണം, ഭാര്യയുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞെങ്കിലും വിജയകുമാർ അതിന് തയ്യാറായില്ല. ഇതിന്റെ രേഖകൾ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വിജയകുമാർ ചൂണ്ടിക്കാണിച്ച് എന്റെ പണം പൂർണ്ണമായി കിട്ടാതെ കേസ് പിൻവലിക്കില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഈ കൃത്യത്തിലേക്ക് നയിക്കുന്നത്. അതായത് തന്റെ ഭാര്യയോട് മോശമായി പെരുമാറുന്നു, തന്നെ അടിമയെ പോലെ കാണുന്നു. അതിനുമപ്പുറത്തേക്ക് തന്റെ ഭാര്യയുടെ ഗർഭം അലസാൻ കാരണം ഈ കേസാണ്. ആ കേസ് കൊടുത്ത ആള് വിജയകുമാറാണ്. ഇതാണ്
വിജയകുമാറിനോടുള്ള ശത്രുതയ്ക്ക് കാരണം. എന്തായാലും ഈ ദിവസം കൊലപാതകം ചെയ്യുന്ന ദിവസം രാത്രി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഏതാണ്ട് 3 മണിക്കൂറോളം ചെലവഴിക്കുന്നുണ്ട്. കാരണം ലോഡ്ജിൽ നിന്ന് വൈകി ഇറങ്ങിയാൽ എവിടെ പോകുന്നതെന്ന് ചോദ്യം വരാതിരിക്കാനാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റും എടുത്ത് അവിടെ ഇരുന്നത്. ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഈ കൊലപാതകം നടന്ന വീട്ടിൽ നിന്ന് ലഭിക്കുന്നു. പോലീസിന് കിട്ടിയ ഏറ്റവും ആദ്യത്തെ തുമ്പ് അതാണ്. പിന്നീട് ആ തുമ്പ് പ്രകാരം റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധിച്ചപ്പോഴാണ് CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാകുകയും ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അതായത് പോലീസ് പറയുന്ന പ്രകാരം ഇയാളുടെ മൊഴി അനുസരിച്ച് മീരയോട് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. മീര അങ്ങനെ അധികം സംസാരിക്കുന്ന ആളൊന്നുമല്ല. മീരയോട് ശത്രുത ഉണ്ടായിരുന്നില്ല. പക്ഷെ വിജയകുമാറിനോട് ശത്രുത, പക ഉണ്ടാകുന്നു. അങ്ങനെ വിജയകുമാറിനെ കൊല്ലാൻ തീരുമാനിച്ച് ഗേറ്റിന്റെ മുൻവാതിൽ തന്നെ അങ്ങനെയാണ് ഈ പ്രതി അമിത് തോമാങ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ശ്രീജിത്ത്, അതോടൊപ്പം എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്താൻ കഴിഞ്ഞതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം നേരത്തെ ശ്രീജിത്ത് തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ പ്രതി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റാണ്. പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിനുള്ള ഭ്രമം, പതിവായി ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തി ഇവിടെ നിന്നും രക്ഷപ്പെട്ട് കൊലപാതകം നടത്തി കോട്ടയത്തു നിന്നും തൃശ്ശൂരിലേക്ക് എത്തിപ്പെട്ട ഉടൻ തന്നെ സുഹൃത്തിൻ്റെ വൈഫൈ ഉപയോഗിച്ച് ഫോൺ തുറക്കുന്നു. പിന്നീട് അതിൽ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നീക്കത്തിനിടെ പോലീസിന് ഇയാളെ കണ്ടെത്താൻ കഴിയുന്നു. യഥാർത്ഥത്തിൽ ഈ ഇൻസ്റ്റഗ്രാം ഭ്രമം തന്നെയാണോ പ്രതിയെ കുടുക്കിയതും? അതിന് തൊട്ട് മുൻപാണ് ഈ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഭ്രമം പ്രതിക്കുണ്ടായിരുന്നു. പ്രതി ഇയാളുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇയാളുടെ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്ത ശേഷം അതിലേക്ക് പിന്നീട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ഗൂഗിളിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഫോൺ ഓൺ ചെയ്യുമ്പോൾ അത് തൃശ്ശൂർ വെച്ചല്ല, അത് പെരുമ്പാവൂരിൽ വെച്ചാണ്. അപ്പോൾ തന്നെ പോലീസിന് ടവർ ലൊക്കേഷൻ ലഭിക്കുന്നു. അങ്ങനെ പെരുമ്പാവൂരിലേക്ക് പോലീസിന്റെ ആദ്യ സംഘം പുറപ്പെടുന്നു. തൊട്ട് പിന്നാലെ തന്നെ രണ്ടാം സംഘമുണ്ട്. അവിടെ നിന്ന് വൈകാതെ അമിത് തൃശ്ശൂരിലേക്ക്, മാളയിലേക്ക് പുറപ്പെടുന്ന കാഴ്ചയാണ് പോലീസിന് ലൊക്കേഷൻ ലഭിച്ചത്. അങ്ങനെ ഈ ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് പുറത്തു പോകാൻ, എക്സിറ്റ് ആകാൻ, ഗൂഗിൾ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത ശേഷം തൊട്ടിപ്പുറത്ത് അതായത് ഈ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ട്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞ പോലുള്ള താല്പര്യം, ഇൻസ്റ്റാഗ്രാമിനോടൊരു താല്പര്യമുണ്ട്. 1060ഓളം ഫോളോവേഴ്സ് അമിത് തോറാങ്ങിനുണ്ട്. അതേപോലെ 2000-ലധികം ആളുകളെ അയാൾ പിന്തുടരുന്നുമുണ്ട്. ഏതാണ്ട് 64 പോസ്റ്റുകളുണ്ട്. ഇത് പ്രൈവറ്റ് അക്കൗണ്ട് ആയിട്ടാണ് ഉള്ളത്. അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് കാണാൻ പറ്റില്ല അതെന്തൊക്കെയാണ് കണ്ടന്റ് എന്നുള്ളത്. അങ്ങനെ അതെല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ സമയം ചെലവഴിക്കാൻ വേണ്ടി കയറി. അത് പക്ഷേ തൻ്റെ ഫോണിൽ നിന്നോ ഒന്നുമല്ല, ഈ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് ഉപയോഗിച്ചത് സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് ആദ്യം പെരുമ്പാവൂരിൽ നിന്ന് ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പോലീസിനെ സംബന്ധിച്ച് ഈ വലിയ കുറ്റവാളി ബുദ്ധിപരമായ പല നീക്കങ്ങളും നടത്തുന്നു എന്ന് പറയുന്ന അതേ കുറ്റവാളി തന്നെ തന്റെ തെളിവുകളെല്ലാം അവശേഷിപ്പിച്ചാണ് ഈ പ്രതി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ആസൂത്രണം എന്നത് ഒരു പരിധിവരെ ഇയാളെ കൊല്ലാനുള്ള വലിയ പ്രകോപനം അതീവ സൂത്രശാലിയായിരുന്നു ഈ പ്രതി എന്ന് പറയുമ്പോൾ പോലും ഇത്തരം പല പഴുതുകളും ഇയാളുടെ നീക്കങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും ലഭിച്ചുവെന്നാണ് കോട്ടയം SP ഷാഹുൽ ഹമീദ് നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നായിരുന്നു. ആദ്യ നിഗമനത്തിൽ ഉറച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി, അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ്. റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഒരു ഏകദേശം ഒരു 7-8 മാസമായപ്പോൾ ഗർഭം അലസിപ്പോയി. അപ്പം അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. ശ്രീജിത്തിലേക്ക് വീണ്ടും. ശ്രീജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ശാസ്ത്രീയ തെളിവുകൾ. ഇതിൽ പ്രതിയെ കണ്ടെത്തിയതടക്കം വളരെ വിദഗ്ധമായ നീക്കങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം ഈ CCTV ഹാർഡ് ഡിസ്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനി കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഈ പ്രതിയെ ഇനി റിമാൻഡ് ചെയ്യുന്നു, അതിനപ്പുറം
ഇനി വീണ്ടും ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? തീർച്ചയായും കസ്റ്റഡിയിൽ വാങ്ങും, വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഒരു തെളിവ്, അതായത് ലോഡ്ജിൽ തെളിവെടുപ്പ് നടത്തി അതിനപ്പുറത്തേക്ക് ഈ ജനൽ തുറക്കാൻ ഉപയോഗിച്ച ഉപകരണം വാങ്ങിയ കടയിൽ നിന്ന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതെല്ലാം ഈ കോട്ടയം നഗരത്തിലെ കട എന്നുള്ള വിവരമാണ് നൽകുന്നത്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമല്ല. എന്തായാലും അതനുസരിച്ചുള്ള തെളിവെടുപ്പുണ്ടാകും. പോലീസിനെ സംബന്ധിച്ച് ഇത് കുറച്ച് ഒരുപക്ഷെ പലരും ഇതൊരു വലിയ തിരക്കഥയാണ്, DVR തപ്പിയെടുത്തത് എന്നൊക്കെ പറയുമ്പോൾ പോലും പോലീസിനെ സംബന്ധിച്ച് ഇത് നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉള്ള ഒരു കേസാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പ്രത്യേകിച്ച് വിരലടയാളങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രതി നൽകുന്ന മൊഴി, പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രതിയുടെ മൊഴി പ്രകാരം എത്തുന്നിടത്തു നിന്നെല്ലാം CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പലരും DVR വെള്ളത്തിലിട്ടതിനെ പെട്ടെന്നെടുത്തതിനെയൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും പൊതുവെ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ DVR തിരിച്ചെടുത്തത് പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കാരണം ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ഇനി റിട്രീവ് ചെയ്തെടുക്കാനുള്ളത് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇയാൾ കൊല ചെയ്യുന്നത് ഈ വീടിനുള്ളിലേക്ക് കടക്കുന്ന ദൃശ്യമടക്കമാണ് ഫലത്തിൽ പോലീസിന് ലഭിക്കാൻ പോകുന്നത്. ആ നിലയിൽ ലഭിക്കുക, ഇത് ഡിലീറ്റ് ചെയ്തതായിട്ടുള്ള ഒരു വിവരവുമില്ല. അത്തരം സാധ്യതകൾ വളരെ കുറവാണ്. വളരെ പെട്ടെന്ന് കൊലപാതകത്തിന് ശേഷം ഇത് കൊണ്ടുവന്ന് തോട്ടിലെറിയുക മാത്രമാണ് ചെയ്തത്. അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് എല്ലാം കാണുന്ന ഒരു ദൃശ്യങ്ങളായി, കൊലപാതകത്തിന്റെ നേരിട്ടുള്ള ദൃശ്യങ്ങളായി ഫലത്തിൽ ഇത് കോടതിയിലേക്ക് വരുന്നു. ഇപ്പം മുറിക്കുള്ളിൽ ഒരുപക്ഷെ CCTV ഉണ്ടോ, ബെഡ്റൂമിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ ആയുധങ്ങളുമായി പോകുന്ന അടക്കമുള്ള ഏതാണ്ട് എല്ലാ ദൃശ്യങ്ങളും ഉണ്ട്. അങ്ങനെ തെളിവുകളുടെ ഒരു വലിയ കൂമ്പാരമുള്ള ഒരു കേസാണ് ഇത് എന്ന കാര്യത്തിൽ നിലവിലെ അന്വേഷണ പ്രകാരം ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് നേരത്തെ സംസാരിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. ഇതിനെയും വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു കുറ്റപത്രമാക്കി മാറ്റുക എന്ന വലിയ ദൗത്യമാണ് പോലീസിന്റെ മുന്നിലുള്ളത്. വ്യക്തമാണ്. G. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.